അനിശ്ചിതത്വത്തിനൊടുവിൽ തമിഴ്നാട്ടിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയ് നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഭൂരിപക്ഷം ഉറപ്പിച്ചതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിജയ്ക്ക് അനുമതി നൽകി. ബി.സി.കെയുടെയും മുസ്ലിം ലീഗിന്റെയും അവസാന നിമിഷ പിന്തുണയാണ് വിജയ്ക്ക് തുണയായത്. 5 നാൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം യാഥാർത്ഥ്യമാകുന്നു. 120 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കിയതിനു പിന്നാലെയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർക്കാർ രൂപീകരണത്തിന് അനുമതി നൽകിയത്. 234-അംഗ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യമായ 120 MLA-മാരുടെ പിന്തുണാക്കത്ത് വിജയ് ഗവർണർക്ക് കൈമാറി. 3 ദിവസത്തിനകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നും ഗവർണർ നിർദ്ദേശം നൽകി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഇത് 4ാം തവണയാണ് വിജയ് ഗവർണറെ കണ്ടത്. കോൺഗ്രസിന് പിന്നാലെ ഇടതു പാർട്ടികളും ബി.സി.കെയും മുസ്ലിം ലീഗും പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് വിജയുടെ സർക്കാർ യാഥാർത്ഥ്യമാകുന്നത്. കോൺഗ്രസിന്റെ 5, ഇടതു പാർട്ടികളുടെ 4, ബി.സി.കെയുടെ 1, ലീഗിന്റെ 2 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കിയതോടെ കേവല ഭൂരിപക്ഷമായ 118 കടന്ന് 120 ടി.വി.കെയുടെ അംഗബലം. നാളെ രാവിലെ 10 മണിക്ക് ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. N. ആനന്ദ്, K.A. സെങ്കോട്ടയ്യൻ, ആധവ് അർജുന, വെങ്കട്രാമൻ നിർമ്മൽകുമാർ എന്നിവരും വിജയ്ക്കൊപ്പം നാളെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 59 വർഷത്തിനു ശേഷം സംസ്ഥാനത്ത് ഒരു ദ്രാവിഡേതര സർക്കാരിനാണ് നാളെ തമിഴകം സാക്ഷിയാകുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.